വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജൂലൈ സ്റ്റഡി പ്ലാനറാണ് കേട്ടോ. ഏത് ക്ലാസ്സിലെ സ്റ്റുഡൻസിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പ്ലാനർ എന്ന് പറയുന്നത് കേട്ടോ. അതിനുവേണ്ടി പ്രത്യേകം ബുക്കുകളൊക്കെ ഉണ്ട്, ഓൺലൈനിൽ നിന്നായാലും കടയിൽ നിന്നായാലും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. പക്ഷെ ഞാൻ വെറുതെ വാങ്ങിയില്ലാത്തൊരു ബുക്കാണ് ഇതിന് വേണ്ടി എടുത്തേക്കുന്നത് കേട്ടോ. 1 ഇയറിന് വേണ്ടിയിട്ടൊരു 200 പേജോ 100 പേജോ ഉള്ള ബുക്ക് വാങ്ങിച്ചാൽ മതി, നല്ല യൂസ്ഫുള്ളായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്ന് വല്ലതും വാങ്ങാം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന തീം എന്താണെന്ന് വെച്ചാൽ ടുലിപ്പ് തീമാണ്. നമ്മൾ ജൂണിലും ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ബാക്ക് ടു സ്കൂൾ തീമായിരുന്നു. ജൂലൈ മന്തിൽ ചെയ്യുന്നത് ടുലിപ്പ് തീമിലാണ് കേട്ടോ. ആദ്യം തന്നെ ജൂലൈ പ്ലാനർ എന്ന് പറഞ്ഞിട്ട് ഒരു കവർ പേജാണ് കൊടുക്കുന്നത്. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഫ്ലവർ ഒരു ബോട്ടിലിൽ വെച്ചേക്കണ പോലെ കൊടുക്കുവാണേ. അതിൻ്റെ ഇപ്പുറത്തായിട്ട് വെറുതെ ഒരു ബണ്ണിയും അങ്ങനെ പിൻട്രസ്റ്റിൽ കണ്ടിട്ടാണ് ഇത് ഞാൻ വരയ്ക്കണത്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഓരോ മണത്തിനും ഓരോ തീം കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇന്ന് ടുലിപ്പാണ് കൊടുക്കുന്നത് ഈ ഒരു മന്ത്. അടുത്ത മന്ത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ബുക്ക് ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്ലാനർ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ കൊടുത്തേക്കാം കുറച്ച് പ്ലാനറിൻ്റെ വീഡിയോ ഇമേജസ്. ഞാനിത് പിൻട്രസ്റ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തെടുത്തതാണ്. പിൻട്രസ്റ്റിൽ നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം, കുറേ പ്ലാനർ ഐഡിയാസ് ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ബുക്ക് ചെയ്യാം. കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്ന ബുക്കായിരിക്കും. ബിക്കോസ് ബുക്കിൽ ചെയ്യുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഞാനിപ്പോൾ ഒരു 2-3 ഇയേഴ്സായിട്ട് പ്ലാനർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചാനലുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പം കഴിഞ്ഞ മന്ത് തുടങ്ങിയാണ് ഞാനിത് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം പറയാനായിട്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കലണ്ടർ പേജാണ്. കലണ്ടർ പേജ് യൂസ്ഫുൾ ആവണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊക്കെ എഴുതി വയ്ക്കാം. ലൈക്ക് എക്സാം എന്താണ് അങ്ങനെയൊക്കെ എഴുതി വയ്ക്കാം. എക്സാമിൻ്റെ ഡേറ്റ് ഇങ്ങനെ ഇന്ന എക്സാം ഉണ്ടായിരുന്നു എന്ന് എഴുതി വയ്ക്കാം. ആ ഒരു കലണ്ടറിൽ അത്യാവശ്യം വലുതായിട്ടാണല്ലോ നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിൽ നിങ്ങളുടെ തീം എന്താണോ അതിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ താഴെ ഒരു നോട്ട്സ് എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങളുടെ റിമൈൻഡേഴ്സും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത പേജാണ്. ഇത്ര വർഷത്തിനിടയിൽ ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതാണ് വെതർ ട്രാക്കർ എന്ന് പറഞ്ഞൊരു പുതിയ കോളമാണ് കേട്ടോ. അത് നല്ല രസമുണ്ട്. എന്തായാലും ഞാൻ ട്രൈ ചെയ്തില്ല, ട്രൈ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. വെതർ ട്രാക്കർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമ്മർ, വിൻ്റർ, ക്ലൗഡി അന്ന് ഏത് ഡേ ആയിരുന്നു ആ ഡേയിൻ്റെ കളറ് സൈഡിൽ കൊടുത്തേക്കണം. എന്നിട്ട് ആ കളർ ഏതായിരുന്നു, സമ്മർ ആണെങ്കിൽ ആ ഒരു യെല്ലോ കളർ അതിൽ കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഭയങ്കര രസമായിരിക്കും, കളർഫുള്ളായിരിക്കും മിക്കവാറും ആ ഒരു മന്ത് കഴിയുമ്പോൾ. അതിനുശേഷം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ പേജ് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അത് വന്നിട്ട് നമ്മൾക്ക് സന്തോഷം തന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവിടെ എഴുതി വയ്ക്കാം. ഇപ്പോൾ എക്സാമിന് നല്ല മാർക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് സന്തോഷം വന്നാലും അത് എഴുതി വയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് പേജാണ് സ്റ്റഡി അവേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര മണിക്കൂർ പഠിച്ചു എന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റഡി അവർ എന്ന് പറഞ്ഞ പേജ്. അല്ലെങ്കിൽ വിച്ച് ടൈം ഐ ഡിഡ് സ്റ്റഡീന്നോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാവുന്നതാണ് ഹെഡിങ് ആയിട്ട്. എന്നിട്ട് അവിടെ ടൈമും വരച്ചു കൊടുക്കാം, എങ്ങനെ എഴുതി കൊടുക്കുക. എന്നിട്ട് ഓരോ ഡേറ്റ് ഇട്ട് ആ ഒരു ടൈമിൻ്റെ അവിടെ വരെ ഹൈലൈറ്റർ വെച്ചോ പേന വെച്ചോ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. എക്സാം പ്ലാനർ എന്ന് പറഞ്ഞ പേജാണ്. അവിടെ ഡേറ്റും നമുക്ക് വേണ്ടതും എല്ലാം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നാണ് പഠിച്ചത് ഡേറ്റ് എഴുതി കൊടുക്കുക, ടൈം എഴുതി കൊടുക്കുക, എത്ര മണിക്കൂർ പഠിച്ചെന്ന് എഴുതി കൊടുക്കുക, ഏത് സബ്ജക്റ്റായി പഠിച്ചതെന്ന് എഴുതി കൊടുക്കുക. അതിൻ്റെ താഴെ ആഫ്റ്റർ സ്കോർ എഴുതി കൊടുക്കുക, എക്സാമിന് ശേഷമുള്ള സ്കോറും കൂടി എഴുതി കൊടുക്കാം. പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് കിട്ടിയിട്ട് എഴുതി കൊടുത്താൽ മതി. അടുത്ത പേജാണ് ജങ്ക് ജേർണൽ. ജങ്ക് ജേർണൽ എന്ന് വെച്ചാൽ ഒന്നുമില്ല, വെറുതെ നമ്മൾ അന്ന് കഴിച്ച എന്തെങ്കിലും പാക്കറ്റ് ഫുഡ്സോ അല്ലെങ്കിൽ എന്താണോ അന്ന് കഴിച്ചത്, നിങ്ങൾ പാക്കറ്റ് എന്തെങ്കിലും ലേസാണോ കഴിച്ചതെന്ന് വിചാരിച്ചു അതിൻ്റെ ഒരു പാക്കറ്റ് ഞാനിപ്പോൾ ഇവിടെ റൗണ്ടാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സ്ക്വയറും കൊടുക്കാം. റൗണ്ടായി കട്ട് ചെയ്തിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അങ്ങനെ പാക്കറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരച്ച് കൊടുത്താലും മതി. ആൻഡ് അടുത്ത പേജാണ് മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞ പേജ്. ആ പേജിൽ നമ്മൾ കുറേ ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട്. 31 ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട്. ജൂലൈയിൽ 31 ഡേയ്സിലെ അത്രയും ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട്. താഴെ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഓരോ മൂഡും എഴുതിയിട്ട് അതിന് ഓരോ കളറും കൊടുത്തിട്ടുണ്ട്. ഹാപ്പി, നോർമൽ ഡേ ആയിരുന്നു, അങ്ങനെ ഏത് ഡേ ആണോ അതിന് വേണ്ടി കുറച്ച് കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓരോന്നിനും കൊടുക്കുക. എന്നിട്ട് അന്ന് എങ്ങനത്തെ ഡേ ആയിരുന്നു ആ ഒരു കളറ് ആ ഒരു ഫ്ലവറിന് നമ്മൾ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ആ ഒരു പേജ് നല്ല ഇൻട്രസ്റ്റിങ്ങും നല്ല രസവുമാണ് കേട്ടോ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ. ആൻഡ് നെക്സ്റ്റ് പേജ് വന്നിട്ട് നമ്മുടെ ഹാബിറ്റ് ട്രാക്കറാണ്. ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഹാബിറ്റ് ആ ഒരു മന്ത് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് എഴുതാനുള്ളതാണ്. ഞാൻ ഇവിടെ സ്റ്റഡി, പ്രോപ്പർ കണ്ടൻറ് ക്രിയേഷൻ,
സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സൈഡിൽ ഞാൻ എൻ്റെ ടുലിപ്പിൻ്റെ തീമിനനുസരിച്ച് കുറച്ച് പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ആൻഡ് അതിൽ നമ്മൾ ഓരോന്നിനും ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് മന്തിലെ കലണ്ടർ പോലെ ജസ്റ്റ് ഒന്ന് വരച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോ ഡേയ്ക്കും നിങ്ങൾ കണ്ടൻറ് ക്രിയേഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ, ഞാനിപ്പോൾ എഴുതിയ കണ്ടൻറ് ക്രിയേഷൻ സ്റ്റഡി പ്രോപ്പർലി എന്നൊക്കെയാണ്. സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റഡിയുടെ കളർ എന്താണോ അത് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോം ട്രൈ ചെയ്തൊക്കെ മറക്കരുത്. നല്ല യൂസ്ഫുള്ളായിരിക്കും ഏത് ക്ലാസ്സുകാരാണെങ്കിലും. നെക്സ്റ്റ് പേജാണ് ഹൈലൈറ്റ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞൊരു പേജാണ്. എന്ന് വെച്ചാൽ ഹൈലൈറ്റ് ആയിട്ട് അന്നത്തെ ദിവസം നടന്ന കാര്യം എന്തൊക്കെയാണോ എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഫസ്റ്റ് തന്നെ ഹൈലൈറ്റ് ഓഫ് ദി ഡേ എന്നൊരു ഹെഡിങ് കൊടുത്തതിന് ശേഷം എത്ര ദിവസം ആ ഒരു മന്തുണ്ടോ അത്രയും എഴുതി കൊടുക്കുക. 31 ഡേയ്സാണ് ജൂലൈയിലുള്ളത്. അപ്പോൾ ഞാൻ 31 ഡേയ്സ് എഴുതി കൊടുത്തിട്ടുണ്ട്. 31 എഴുതി കൊടുത്തതിന് ശേഷം അതിൽ ഹൈലൈറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് കളറും ഇങ്ങനെ ലൈൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ലൈൻ ചെയ്ത് കൊടുത്തതിൽ ഹൈലൈറ്റ് ആയിട്ട് അന്ന് നടന്ന എന്താണോ അന്ന് തന്നെ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ ലൈക്ക് നമ്മളിന്ന് 2 ചാപ്റ്റർ പഠിച്ചു അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോയി, അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും ഹൈലൈറ്റ് ആയിട്ട് എന്ത് നടന്ന എന്താണോ അത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത പേജാണ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പേജാണ്. നിങ്ങൾ മിക്കവരും ചെയ്യുന്നതുമായിരിക്കും, സ്റ്റിക്കി നോട്ട്സിലൊക്കെ ചെയ്യുന്നതായിരിക്കും. ടു ഡു ലിസ്റ്റ് എഴുതാന്നുള്ളത് ഞാൻ സ്റ്റിക്കി നോട്ട്സിലും എഴുതാറുണ്ട്, ഈ പ്ലാനറിലും എഴുതാറുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പേജാണ്. റിമൈൻഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എഴുതാവുന്നതാണ്. ഹോംവർക്കൊക്കെ മറന്നു പോകുന്നവരാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു പേജാണ് കേട്ടോ അത്. നിങ്ങൾ ഡേറ്റ് എഴുതണം എന്നില്ല, നിങ്ങൾ എല്ലാ ദിവസവും ചിലപ്പോൾ ചെയ്യണം എന്നുണ്ടാവില്ലല്ലോ. ഞാൻ ഡേറ്റ് എഴുതാറില്ല. ശനി ഞായറൊന്നും ഞാൻ അധികം ടു ഡു ലിസ്റ്റിൽ എഴുതാറില്ല, ഈ ഒരു പേജിൽ എഴുതാറില്ല. സ്റ്റിക്കി നോട്ട്സിൽ എഴുതാറുണ്ട്. എന്നാലും അപ്പോൾ ഡേറ്റ് എഴുതണ്ട, അന്നന്ന് എഴുതുമ്പോൾ അത് ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ എഴുതിയാലും മതി, അല്ലെങ്കിൽ അന്നന്ന് ഡേറ്റ് ഇട്ടാലും മതി. എന്നിട്ട് ചെറുതായിട്ടൊരു ബോക്സൊക്കെ വരച്ച് ഞാൻ ടുലിപ്പ് തീമിൽ ഒരു കുഞ്ഞ് ടുലിപ്പൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പേജും കൂടിയാണ്. എനിക്ക് വളരെ യൂസ്ഫുള്ളും ആണ് കേട്ടോ ഈ ഒരു പേജ്. നിങ്ങൾക്കും വളരെ യൂസ്ഫുള്ളായിരിക്കും. ആൻഡ് ഇനി ഒരു പേജ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനർ കംപ്ലീറ്റ് ആവും. ഫൈനൽ ലുക്ക് കാണാം കേട്ടോ കംപ്ലീറ്റ് ആയിട്ട്. നെക്സ്റ്റ് പേജാണ് സ്ലീപ്പ് ട്രാക്കർ എന്ന് പറഞ്ഞൊരു പേജ്. ആദ്യം തന്നെ ഒരു റൗണ്ട് വരച്ചിട്ട് വീണ്ടും ഒരു കുഞ്ഞ് റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ആ റൗണ്ടിൻ്റെ നടുക്കായിട്ട് സ്ലീപ്പ് ട്രാക്കർ എന്ന് എഴുതുക. എന്നിട്ട് 31 ഡേയ്സിന് വേണ്ടി ആ ഒരു റൗണ്ടിൽ ഇങ്ങനെ ലൈൻ ചെയ്ത് 31 സ്ക്വയേഴ്സ് പോലെ, സ്ക്വയറല്ല ആ ഒരു ഷേപ്പ് പോലെ ആക്കിയെടുക്കുക ഇതേപോലെ. എന്നിട്ട് മുകളിൽ ഓരോ കളർ കൊടുക്കുക. 4 to 5 hours, 6 to 7 hours, 8 to 9 hours, 4 to 3 hours, അങ്ങനെ 3 to 4 hours, അങ്ങനെ നിങ്ങൾക്ക് ഓരോ അവേഴ്സ് കൊടുത്തതിന് ശേഷം അതിന് ഓരോന്നിനും ഓരോരോ കളർ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഓരോ ദിവസവും എത്ര മണിക്കൂർ ഉറങ്ങി, 4 to 5 hours വരെയാണ് ഉറങ്ങിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തേക്കണ കളർ അവിടെ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത്, അപ്പോൾ ആ ഒരു ബ്ലൂ കളർ ഞാൻ കൊടുക്കണം അവിടെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിങ്ങും യൂസ്ഫുള്ളും ആയിട്ടുള്ളൊരു പേജും കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങിയെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് പ്ലാനറിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. ഇതാണ് കവർ പേജാണിത്. ജസ്റ്റ് ഒരു കവർ പേജ് നമ്മുടെ തീം അനുസരിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇത് കലണ്ടർ പേജ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആൻഡ് ഇത് നമ്മുടെ വെതർ ട്രാക്ക്, ഗ്രാറ്റിറ്റ്യൂഡിൽ നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ എഴുതാം. പിന്നെ സ്റ്റഡി അവേഴ്സ്, എക്സാം പ്ലാനർ, സ്റ്റഡി സ്കോർ, ആഫ്റ്റർ എക്സാം സ്കോർ, ജങ്ക് ജേണൽ, ഹാബിറ്റ് ട്രാക്കർ, ഹൈലൈറ്റ് ഓഫ് ദി ഡേ, ടു ഡു ലിസ്റ്റ്, സ്ലീപ്പ് ട്രാക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ളൊരു പ്ലാനറാണ് നമ്മൾ ഈ ഒരു മന്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത് എന്ത് വേണം എന്നുള്ളത്. അപ്പോൾ അത്രയുള്ളൂ. ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.